Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് നോർമലി നമ്മളൊരു 3 ന്യൂസസ് ഒക്കെയാണല്ലോ എടുക്കുക ഒരു ദിവസം. ഇന്ന് നമ്മളൊരു 5 ന്യൂസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ട്രയലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതായത് നമ്മൾ 3 ന്യൂസ് എടുക്കുമ്പോൾ നമ്മൾ ആ 3 ന്യൂസ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മളൊരു നമ്മുടെ അതായത് ന്യൂസിന്റെ എണ്ണം കൂട്ടിയാലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, ഇൻഡെപ്ത് ആയിട്ടൊരു 3 ന്യൂസ് എടുത്തിട്ട് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു 4, 5, 6 ന്യൂസസ് ഒരു ദിവസം എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സെഷൻ കേട്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, നോ ഡിസിഷൻ യെറ്റ് ഓൺ NPR അപ്ഡേഷൻ ഡ്യൂറിങ് സെൻസസ് സേസ് ഹോം മിനിസ്ട്രി ഒഫീഷ്യൽസ്. ഇത് നമ്മുടെ സെൻസസ് 2027 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതേപോലെ NPR അപ്ഡേറ്റ് ഇഷ്യൂസ് ഒക്കെയാണ്. NPR എന്നുള്ള കാര്യം എന്താണെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദി സെൻസസ് അല്ലെ. 2027 നമ്മുടെ സെൻസസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും. മൊബൈൽ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും എടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ടൈം ദർ വിൽ ഓൾസോ ബി എ കാസ്റ്റ് ബേസ്ഡ് കൗണ്ട്. ഓക്കെ, എന്താണ് ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് കൗണ്ട്, ഇതിൽ എങ്ങനെയാണ് എടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മുമ്പത്തെ സെഷനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെൻസസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഹാസൻ ഡിസൈഡഡ് യെറ്റ് വെദർ ടു അപ്ഡേറ്റ് ദി NPR വിച്ച് ഈസ് ദി നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അലോങ് വിത്ത് ദി സെൻസസ്. NPR എന്ന് വെച്ചാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ്. ഇതെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അതായത് നമ്മുടെ പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും. ഓക്കെ, NPRും പിന്നെ വേറൊരു സാധനമുണ്ട് NRC. NRC എന്നുള്ളത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആണ്. NPRും NRCയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ NRC ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് NPR. ഓക്കെ, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ലീഗൽ ഇന്ത്യൻ സിറ്റിസൺസ്. ഓക്കെ, NRC ഇത് കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് മേ ബി യൂസ്ഡ് ടു വെരിഫൈ സിറ്റിസൺഷിപ്പ്. ഓക്കെ, ഇത് ഒരുപാട് ആൾക്കാരെ വെറി ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ. ഇത് എന്തുകൊണ്ടാണ്, വൈ ഈസ് ഇറ്റ് കോൺട്രവേഴ്ഷ്യൽ? ഓക്കെ, സെൻസസ് ഓൺലി ഗീവ്സ് ജനറൽ ഡാറ്റ അല്ലെ, ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ഡാറ്റ ആയിരിക്കും, ആവറേജസിനെ പറ്റിയിട്ടുള്ള ഡാറ്റ ആയിരിക്കും തരിക. പക്ഷെ നമ്മൾ NPR എടുക്കുന്ന സമയത്ത് NPRിലൂടെ നമുക്ക് ഈ പേഴ്സണൽ ഡാറ്റ എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫിയർ. അതാണ് ഇറ്റ് കുഡ് ലീഡ് ടു സിറ്റിസൺഷിപ്പ് ചെക്ക് ആൻഡ് എക്സ്ക്ലൂഷൻസ് ആൻഡ് ഓൾ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് വളരെയധികം ദാറ്റ്സ് വൈ ദി ഗവൺമെന്റ് ഈസ് വെരി അൺസർട്ടൻ അബൌട്ട് അപ്ഡേറ്റിംഗ് ദി NPR നൗ. ഇവിടുത്തെ ചാലഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ NPR ഡാറ്റ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു NPR ഡാറ്റ ഇല്ലെങ്കിൽ നമ്മുടെ വെൽഫെയർ സ്കീംസ് അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ സക്സസ് ആവില്ല. ദാറ്റ് മൈറ്റ് ഫേസ് പ്രോബ്ലംസ് ലൈക്ക് നമുക്കറിയില്ല ആർക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദ ഡിലേ ഷോസ് ദ ഗവൺമെന്റ് ഈസ് ബീങ് കോഷ്യസ്. ഓക്കെ, ഡ്യൂ ടു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ടെൻഷൻസ്. 2027 സെൻസസ് ഇറ്റ് ഈസ് ഓൺ ട്രാക്ക്. പക്ഷേ NPR ഇറ്റ് ഈസ് സ്റ്റക്ക് ഇൻ എ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഗ്രേ സോൺ. ഓക്കെ, ബിക്കോസ് ഇറ്റ് കുഡ് ലീഡ് ടു ദി NRC which has been controversial in the past. Okay, that's it. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഈ കീലടി എക്സ്കവേഷൻ ASI allows retired archaeologist Sriraman to prepare third phase report. കീലടിയിൽ ഇപ്പോൾ എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കീലടി എന്നുള്ളത് തമിഴ്നാട്ടിലൊരു വില്ലേജ് ആണ്. It is a village in Tamil Nadu, India, where important archaeological excavations have been happening. Excavations, they have found evidence of an ancient ഒരു അഡ്വാൻസ്ഡ് തമിഴ് സിവിലൈസേഷൻ്റെ എവിഡൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രം നമ്മുടെ സംഘം ഏജ് എന്നുള്ളത്. റഫ്ലി ഒരു 300 BCE തൊട്ടിട്ട് 300 CE വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ. ആൻഡ് ദീസ് ഫൈൻഡിങ്സ് ഇവിടെ നിന്ന് കിട്ടിയത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് അർബൻ പ്ലാനിങ്. ഓക്കെ, അർബൻ പ്ലാനിങ്ങിൻ്റെ ഒരു എവിഡൻസ് നമുക്ക് ഇവിടെ കീലടിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ പോട്ടറി. ഓക്കെ, വെറും പോട്ടറി അല്ല, ഒരു ദി പോട്ടറി വിത്ത് തമിഴ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഓക്കെ, അതേപോലെ മറ്റ് ടൂൾസും നമുക്ക് കിട്ടിയുന്നുണ്ട്. ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് ഒരു വളരെ ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ
ഇറ്റ് ഈസ് നൗ ലെറ്റിംഗ് PS ശ്രീരാമൻ. ഓക്കെ, ശ്രീരാമൻ എന്നുള്ള ഒരു റിട്ടയർഡ് ആർക്കിയോളജിസ്റ്റ് ആണ്. ഓക്കെ, പുള്ളിയാണ് ഇനി phase 3 ഓഫ് എക്സ്കവേഷൻസിൻ്റെ ആ ഒരു റിപ്പോർട്ട് എഴുതാൻ പോകുന്നത് പുള്ളിയായിരിക്കും. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് വേറൊരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു, അമർനാഥ് രാമകൃഷ്ണ. പുള്ളിയാണ് phase 1 phase 2 വർക്ക് ചെയ്തത് പുള്ളിയാണ്. ബട്ട് ഐ റിഫ്യൂസ് ടു ചേഞ്ച് ഹിസ് ഒറിജിനൽ റിപ്പോർട്ട്. ആൻഡ് ദർ ആർ ഡിഫറൻസ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, ഒരു വ്യൂ എന്താന്ന് പറഞ്ഞാൽ ഈ കീലടി ഇറ്റ് വാസ് ആൻ അർബൺ കണ്ടിന്യൂസ് സിവിലൈസേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഒരു വ്യൂ. മറ്റൊരു വ്യൂ എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസ്കണക്റ്റഡ് സെറ്റ് ഓഫ് സെറ്റിൽമെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഈ മോഹൻജോദാരോ, ഹാരപ്പൻ പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് അല്ല, നോൺ കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു വ്യൂ. ഓക്കെ, അനദർ വ്യൂ സേസ് ദാറ്റ് ഇറ്റ് വാസ് ഡിസ്കണക്റ്റഡ് സെറ്റ് ഓഫ് സെറ്റിൽമെന്റ്. ഓക്കെ, നോട്ട് കണ്ടിന്യൂസ് ലൈക്ക് ദി ഹാരപ്പൻ ആൻഡ് മോഹൻജോദാരോ. സോ ഇവിടെ വേറെ ആരൊക്കെയാണ് ഇതിനു മുമ്പ് എക്സ്കവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 2017 തൊട്ടിട്ട് തന്നെ നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ദേ ആർ ടേക്കൺ ഓവർ. ഓക്കെ, ഡൂയിങ് phase 4 to 10. ഇപ്പോൾ കറന്റ് phase 10 സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ഇത് ഈ ഒരു അർബൺ സംഗമേജ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറയുന്നത് പോലെ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ കീലടി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തത്തിൽ ഇത് റീറൈറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് ഗുഡ് റീറൈറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. സോ ഷോയിങ് ദാറ്റ് നമ്മുടെ ഈ ഒരു അർബൺ തമിഴ് ലൈഫ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടല്ലോ, നമ്മുടെ IVC ആ ഒരു ടൈമിലുള്ളപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഓക്കെ, ഷോയിങ് അർബൺ തമിഴ് ലൈഫ് എക്സിസ്റ്റഡ് ആസ് ഏർലി ആസ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഇത് ഇന്ത്യൻ ചരിത്രത്തെ തന്നെ റീറൈറ്റ് ചെയ്യാൻ പോകുന്നൊരു സീനാണിത്. സോ ദിസ് കേസ് ഓൾസോ ഷോസ് ദി ടെൻഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഏജൻസീസ്. ഓക്കെ, ഇവിടെ ഈ ഫ്രീഡം ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഇൻ ആർക്കിയോളജിയുടെ കൺസേൺസ് ഒക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. ബ്രിക്സ് ആണ്. ഓക്കെ, ബിൽഡിംഗ് റെസീലിയൻസ് ഓൺ ദി 17th സമ്മിറ്റ് ഓഫ് ബ്രിക്സ് എമർജിംഗ് എക്കോണമി. സോ ബ്രിക്സ് സമ്മിറ്റ് നടന്നു 2025. ബ്രിക്സ് റിയോ ഡിക്ലറേഷൻ എന്താണ് ബ്രിക്സ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ബ്രിക്സ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് എമർജിംഗ് എക്കോണമീസ്. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഉള്ളതാണ്. 2024 വേറെ കുറച്ച് ആൾക്കാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈജിപ്റ്റ്, എത്യോപ്യ, UAE, ഇറാൻ ആൻഡ് ഇന്തോനേഷ്യ. സോ എന്താണ് റിയോയിൽ നടന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സമ്മിറ്റ് വിത്ത് ദി ന്യൂ മെമ്പേഴ്സ്. ഓക്കെ, എല്ലാ 10 രാജ്യങ്ങളും ദേ പാർട്ടിസിപ്പേറ്റഡ് ടുഗെദർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഓക്കെ, അത് കാണിക്കുന്നത് ആ ഒരു ബ്രിക്സ് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അത് കാണിക്കുന്നത്, ഷോയിങ് ദാറ്റ് ബ്രിക്സ് ഈസ് എക്സ്പാൻഡിങ്. അതേപോലെ റിയോയില് ബ്രിക്സ് സമ്മിറ്റിൽ ദർ വാസ് എ കണ്ടംനേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, നമ്മുടെ ഗാസയിലുള്ള ഇസ്രായേലിൻ്റെ ആക്ഷൻസിനെ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇറാൻ്റെ റിറ്റേലിയേറ്ററി സ്ട്രൈക്സിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഓൾസോ കണ്ടം ദി ടെറർ അറ്റാക്ക് ഇൻ പെഹൽഗാം. ഓക്കെ, ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് വിജയമായിട്ടാണ് ബ്രിക്സ് അതിനെ കണക്കാക്കുന്നത്. ആൻഡ് അതേപോലെ ദി സപ്പോർട്ട് ഫോർ ഇന്ത്യ ആൻഡ് ബ്രസീൽ ആൻഡ് ദി UN. ഓക്കെ, ഇന്ത്യക്കും ബ്രസീലിനും പെർമനന്റ് സീറ്റ്, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് സീറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡിനെ ബ്രിക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോക്കസ് ഓൺ ഗ്ലോബൽ സൗത്ത് യൂണിറ്റി. ഓക്കെ, ഇതിൽ ഇന്ത്യയും ചൈനയും ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇവർ തമ്മിലുള്ള ഈ ഒരു ഇന്ത്യ ചൈന റൈവലറി ഇപ്പോൾ ദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ഈ ഫോക്കസ് ഓൺ ഗ്ലോബൽ സൗത്ത് യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ ദോ മെമ്പേഴ്സ് ഹാവ് ഡിഫറൻസസ്, they agreed to work together for developing countries' interest. Okay, especially നമ്മുടെ ഇന്ത്യ ചൈന റൈവലറി. സോ അവരിപ്പോൾ രാജ്യത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിനെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. they agreed to work together for developing countries' interest. അതേപോലെ there was emphasis on clean energy, climate justice and ensuring energy security. ഓക്കെ, എനർജി ആൻഡ് ക്ലൈമറ്റ് റെസൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരു ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം US-ഉം ചൈനയും തമ്മിലുള്ള റൈവലറി ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. നമ്മുടെ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ 10% ടാരിഫ് ബ്രിക്സ് എക്സ്പോർട്സിന് മേലെ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു എക്കണോമിക് പ്രഷർ ഇടാനാണ്. ട്രംപ് ആദ്യം തന്നെ പറഞ്ഞു ബ്രിക്സ് ഇപ്പോൾ നടത്താൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞത് ഈ അമേരിക്കനെ ദ്രോഹിക്കാനാണ് ബ്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഓക്കെ, അതെന്താണ് പറയാനുള്ള മെയിൻ കാരണം, ഒന്ന് ഈ ഡോളറിന്റെ ഡോമിനൻസ് ബ്രിക്സ് കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രിക്സ് വാണ്ട് ടു റിഡ്യൂസ് റിലയൻസ് ഓൺ ദി US ഡോളർ ഇൻ ട്രേഡ്.
ഇന്ത്യയുടെ ചാലഞ്ച് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്സിന്റെ കൂടി നിൽക്കണം, അതേപോലെ US കൂടി നിൽക്കണം അല്ലെ. വി ഹാവ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ബോത്ത് ബ്രിക്സ് ആൻഡ് US. ഇത് നമ്മൾ സിവിൽ സർവീസിൽ ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുമ്പോൾ ഇറ്റ് ഷോസ് ഹൗ ഈ മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുടെ ആ ഒരു ബാലൻസിങ് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഇറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ. ഓക്കെ, അതേപോലെ ഇറ്റ് ഹൈലൈറ്റ്സ് ഇന്ത്യസ് പുഷ് ഫോർ UN റിഫോംസ് ആൻഡ് ബിഗർ റോൾ ഗ്ലോബലി. ഓക്കെ, ഇന്റർനാഷണൽ റിലേഷൻ ആണ്, വളരെ റെലവൻ്റ് ആണ് IR. അതേപോലെ GS പേപ്പർ 2 റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അതേപോലെ essay ടോപ്പിക്സ് ഒക്കെ നമുക്ക്, അതായത് ഈ മൾട്ടിപോളർ വേൾഡും ഈ എക്കണോമിക് ഡിപ്ലോമസി, ഓക്കെ, സോ അങ്ങനത്തെ ടോപ്പിക്കുകളിൽ essayയിൽ നമുക്ക് ഈ ഒരു സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് റെലവൻറ്റ് ഫോർ IR. GS പേപ്പർ 2 റെലവൻ്റ് ആണ്. ആൻഡ് essay ടോപ്പിക്സ് ഓൺ മൾട്ടിപോളർ വേൾഡ് ആൻഡ് എക്കണോമിക് ഡിപ്ലോമസി. ഓക്കെ, so we'll move on to our next topic, which is Israel has failed to solve the Persian puzzle. സോ ഇസ്രായേൽ ഇറാൻ ടെൻഷൻസിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ ഇത് നിരന്തരമായിട്ട് ഇപ്പോൾ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നുണ്ടാവും, അതേപോലെ സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങളിത് കാണുന്നുണ്ടാവും. ഇത് നമ്മുടെ സെഷനിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സോ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, എന്നാലും നമുക്കറിയാം ഇസ്രായേലും ഇറാനും ഒരു ലോങ് ടൈം എനിമീസാണ് മിഡിൽ ഈസ്റ്റിൽ അല്ലേ. ഇസ്രായേൽ വിശ്വസിക്കുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇറാൻ എന്നുള്ളതാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. സോ വിച്ച് ഇറ്റ് സീസ് ആസ് എ വെരി സീരിയസ് ത്രെറ്റ്. ഓക്കെ, ഇറാൻ പറയുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം വളരെ സമാധാനപരമായിട്ടുള്ള എനർജി യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഒരുപാട് രാജ്യങ്ങൾ, ഇസ്രായേൽ മാത്രമല്ല പല കൺട്രീസും ദേ ആർ സസ്പീഷ്യസ്. ഓക്കെ, എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, ഇസ്രായേലിലെ വളരെ സീക്രട്ട് ആയിട്ടുള്ള അറ്റാക്ക് ഇറാൻ്റെ മേലെ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആൻഡ് അതന്നെ റെഡ് വെഡ്ഡിങ് ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞത്. എന്താണ് റെഡ് വെഡ്ഡിങ് ഓപ്പറേഷൻ എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് സെഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജൂൺ 13 നമ്മുടെ ഇസ്രായേലിൽ ഡിസ്ട്രോയ് ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം. ആൻഡ് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതേപോലെ അവരുടെ മിലിറ്ററി ലീഡർഷിപ്പിനെ തകർക്കുക, അല്ലെങ്കിൽ അതൊന്ന് വീക്കാക്കുക എന്നുള്ളതായിരുന്നു ഈ അറ്റാക്കിന് പിന്നിലുള്ള ഇസ്രായേലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് അതായിരുന്നു. പക്ഷേ ഈ ഒരു അറ്റാക്ക് എന്തിലോട്ടാണ് നയിച്ചതെന്ന് നമുക്കറിയാം. ഒരു 12 ദിവസത്തെ വാർ ഉണ്ടായിരുന്നു ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ. ഇതിനിടയിൽ US വന്നു. ഓക്കെ, ഫൈറ്റിംഗ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് US വന്നത് എന്നാണ് US പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റെപ്ഡ് ഇൻ ടു സ്റ്റോപ്പ് ദി ഫൈറ്റിംഗ്. ഓക്കെ, ഇസ്രായേലിൽ ദേ മാനേജ് ടു ഹിറ്റ് സം ന്യൂക്ലിയർ സൈറ്റ്സ്. ഓക്കെ, കുറച്ച് സയൻറ്റിസ്റ്റുകളിനൊക്കെ കൊന്നു, അതേപോലെ മിലിറ്ററി ലീഡേഴ്സിനെയൊക്കെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. ആൻഡ് പക്ഷേ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഡാമേജ് ആയി, പക്ഷെ അതൊരിക്കലും ഡിസ്ട്രോയ് ആയിട്ടില്ല അല്ല. ഇറാൻസ് റിസോൾവ്സ് ടു ഗെറ്റ് എ ന്യൂക്ലിയർ വെപ്പൺ മേ ഹാവ് ഇൻക്രീസ്ഡ്. ആൻഡ് അതേപോലെ ഇസ്രായേലിൽ ദേ ഹാവ് ഫെയിൽഡ് ടു ടോപ്പിൾ ഓർ വീക്കൻ ദി ഇറാനിയൻ ഗവൺമെൻറ്. ഓക്കെ, നെതന്യാഹുവിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് അവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇപ്പം എന്തായാലും നടക്കില്ല. ഓക്കെ, സോ ഇറാൻ മൈറ്റ് നൗ സ്പീഡ് അപ്പ് ഇറ്റ്സ് ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെൻറ്റ് അല്ലേ. അവരിനി കുറച്ചും കൂടി സ്പീഡായിട്ട് ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ആൻഡ് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ബാലൻസ് ഓഫ് പവർ ഇത് ഇപ്പോഴും അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇസ്രായേലിനൊരു കാര്യം കൂടി മനസ്സിലായി. ഇസ്രായേലിൻ്റെ ഒരു വൾണറബിലിറ്റി ഇവിടെ നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, ഇറാൻ തിരിച്ചടിച്ചപ്പോൾ ദി അറ്റാക്ക് ബൈ ഇറാൻ എക്സ്പോസ് ദി വീക്ക്നെസ് ഇൻ ഇസ്രായേൽസ് ഓൺ ഡിഫൻസ് സിസ്റ്റം. ഓക്കെ, സോ നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെന്താണ് ഇത്രയും കാര്യങ്ങൾ മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് എങ്ങനെയാണ് ഈ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദീസ് കൺട്രീസ് എഫക്ട് റീജിയണൽ പീസ് അല്ലേ. ഇതിനെ ഈ ഒരു ജിയോ പൊളിറ്റിക്സ്, മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ജിയോ പൊളിറ്റിക്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പോൾ എല്ലാ കൺട്രീസും അല്ല, അല്ലെങ്കിൽ മോർ കൺട്രീസ് ആർ ട്രൈങ് ടു ഗെറ്റ് ന്യൂക്ലിയർ വെപ്പൺ അല്ലേ. അപ്പോൾ ഒരു ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്ക്, അതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ വേണം. അതേപോലെ ഈ സോവറിനിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അങ്ങനെ തോന്നിയ സമയത്ത് ഇറാന് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ഇതേപോലെ എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ ലോനെ തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെയാണല്ലേ. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതേപോലെ മിഡിൽ ഈസ്റ്റിലൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഓയിൽ പ്രൈസ് കൂടാൻ കാരണമാവും, ഇന്ത്യയുടെ എക്കോണമിയെയും ബാധിക്കും. ഓക്കെ, ഇന്ത്യയുടെ ഒരു എനർജി സെക്യൂരിറ്റി
അതെങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പല പല ഡയമെൻഷൻസിലൂടെ നിങ്ങൾ ഈ ഒരു ന്യൂസിനെ കാണണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഇന്ത്യാസ് ഗോൾ ഇൻ ആഫ്രിക്ക ഇസ് ടു ബിൽഡ് ടുഗെദർ, PM says in Namibia. Okay, so the news is about India-Namibia relation during PM Modi's visit. സോ നമ്മുടെ PM ശ്രീ നരേന്ദ്രമോദി വിസിറ്റഡ് നമീബിയ എന്നുള്ളത് സദേൺ ആഫ്രിക്കയിലെ ഒരു കൺട്രിയാണ്. ഓക്കെ, ജൂലൈ 2025 ഹി ഹാസ് വിസിറ്റഡ് ദി നമീബിയ ആൻഡ് വിച്ച് ഈസ് എ കൺട്രി ഇൻ സദേൺ ആഫ്രിക്ക. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യസ് ഗ്രോയിങ് ഔട്ട്റീച്ച് ടു ആഫ്രിക്ക. ഓക്കെ, നമ്മൾ ഫ്രണ്ട്ഷിപ്പിലും ഡെവലപ്മെൻറ്റിലും കോപ്പറേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആഫ്രിക്കയായിട്ട്. ഓക്കെ, കോമ്പറ്റീഷനിലല്ല, നോട്ട് കോമ്പറ്റീഷൻ ലൈക്ക് സം അതർ ഗ്ലോബൽ പവേഴ്സ്. ഇവിടെ ഉണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കീ ഹൈലൈറ്റ്സ് എടുക്കുമ്പോൾ, ഓക്കെ, നമ്മുടെ അഡ്രസ് ടു നമീബിയൻ പാർലമെൻറ്റ്, നമ്മുടെ PM മോദി he gave a speech to Namibia's lawmakers. Okay, it is a very rare honor showing strong ties. അതേപോലെ തന്നെ നമ്മുടെ UPI അവരെടുത്തിട്ടുണ്ട്. ഓക്കെ, നമീബിയ അഡോപ്റ്റ്സ് ഇന്ത്യാസ് UPI. അറിയാം, നമീബിയ അതായത് ആഫ്രിക്കയിലെ ആദ്യത്തെ നേഷൻ, അതായത് നമീബിയ ബിക്കെയിം വൺ ഓഫ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ നേഷൻസ്, ഓക്കെ, ടു യൂസ് ഇന്ത്യാസ് UPI. നമ്മുടെ ഈ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യൂസ് ചെയ്യുന്ന ആഫ്രിക്കയിലെ ആദ്യത്തെ നേഷനാണ് നമീബിയ. ഓക്കെ, നമുക്കറിയാം UPI എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം. ഇവിടെ കാണുന്ന ഒരു ഡിജിറ്റൽ ഡിപ്ലോമസിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? ഇറ്റ്സ് പ്രൊമോട്ടിങ് ഇന്ത്യൻ ടെക്നോളജി ഗ്ലോബലി. സോ അതേപോലെ തന്നെ അവർ നമ്മുടെ PM മോദി റിസീവ്ഡ് നമീബിയാസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഓക്കെ, he has awarded a national honor. സോ അതിൻ്റെ പേര് ഞാൻ സ്പെല് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ദി ഓർഡർ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യൻറ്റ് വെൽവിഷ്യ മിരാബിലിസ്, അങ്ങനെ എന്തോ ആണ്. ഇത് കാണിക്കുന്നത് ഡീപ്പ് റെസ്പെക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഡീപ്പ് റെസ്പെക്റ്റ്. ഓക്കെ, അതേപോലെ ഇന്ത്യ ഇപ്പം നമീബിയയുടെ ഫ്രീഡം സ്ട്രഗിളിൽ നമ്മൾ ഒരുപാട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമീബിയയുടെ ഫ്രീഡം സ്ട്രഗിൾ ആ ഒരു ടൈമിൽ, ഓക്കെ, ആ ഒരു വർണ്ണ വിവേചനത്തിനെതിരെയും കൊളോണിയൽ റൂളിനെതിരെയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ സിൻസ് 1946. ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1990s ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇവരെ 1946 ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമീബിയ ജോയിൻഡ് 2 ഇന്ത്യൻ ലെഡ് ഗ്ലോബൽ ഗ്രൂപ്പ്സ്. ഒന്ന് CDRI ആണ്, പിന്നൊന്ന് ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് ആണ്. CDRI ഒരു കോalition ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഫോക്കസ്ഡ് ഓൺ എൻഹാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ റെസിലിയൻസ് ടു ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക്. അതേപോലെ ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് ഇറ്റ് ഷോസ് ദി ഷെയർഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, ക്ലൈമറ്റ് ആക്ഷനിലും ഗ്രീൻ എനർജിയിലുള്ള ആ ഒരു ഷെയർഡ് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്. ഓക്കെ, സോ ആഫ്രിക്ക പോളിസി, ഇന്ത്യയുടെ ആഫ്രിക്ക പോളിസി എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കോപ്പറേഷനാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യല്ല. ഇറ്റ് ഈസ് ടു ബിൽഡ് ടുഗെദർ, നോട്ട് എക്സ്പ്ലോയിറ്റ്. ഓക്കെ, അതേപോലെ UPI ഒക്കെ അങ്ങോട്ട് നമ്മൾ കൈമാറുന്നതിലൂടെ ഇറ്റ് ഈസ് ഒരു സോഫ്റ്റ് പവറും അതേപോലെ ഒരു ടെക് ലീഡർഷിപ്പും, ഓക്കെ, രണ്ട് ഹെഡായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അതേപോലെ ഇത് നമ്മൾ എക്സാമിൻ്റെ ഒരു റെലവൻസ് എടുക്കുമ്പോൾ ഇത് സിവിൽ സർവീസിന് ഇത് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ആഫ്രിക്ക റിലേഷനാണ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതാണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, അതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്, അതാണ് ഇന്ത്യ ആഫ്രിക്ക റിലേഷൻസ്. ഓക്കെ, ഇറ്റ് ഷോസ് ദി ലോങ് ടേം പാർട്ട്ണർഷിപ്പും അതേപോലെ ഇറ്റ് ഈസ് ജസ്റ്റ് ബിയോണ്ട് ട്രേഡ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ UPIയുടെ എക്സ്പാൻഷൻ. ഓക്കെ, ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു ഡിജിറ്റൽ ഡിപ്ലോമസിയാണ് കാണിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഗോയിങ് ഗ്ലോബൽ, അല്ല, ഇറ്റ് ഗോസ് ഗ്ലോബൽ ഡിജിറ്റൽ ഇന്ത്യ. അതേപോലെ റിസോഴ്സ് ഡിപ്ലോമസി. ഈ നമീബിയയുടെ അടുത്ത് യുറേനിയം ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ റയർ എർത്ത്, അല്ലേ? സോ അത് ഇന്ത്യയുടെ ക്ലീൻ എനർജിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ഇന്ത്യസ് ക്ലീൻ എനർജി. അതേപോലെ ഇറ്റ് റിഫ്ലെക്ട്സ് ഇന്ത്യാസ് ഓൾഡ് റോൾ ഇൻ ഹെൽപ്പിംഗ് ആഫ്രിക്കൻ നേഷൻസ് ബ്രേക്ക് ഫ്രം ദി കൊളോണിയൽ റൂൾ. ആ ഒരു ഡീ കൊളോണൈസേഷൻ ലിങ്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അത് വായിച്ച് മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇതൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് നമ്മളിന്ന് എടുത്തത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം.
Okay, so bye guys, have a nice day.